ഇന്നുണ്ടാക്കുന്നത് അത്ര വലിയ മഹാസംഭവമൊന്നുമല്ല. അപ്പം എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്. പക്ഷേ ഈ നല്ല ജോലി തിരക്കൊക്കെ ഉള്ളവർക്ക് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് ഉപകാരമാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പ്രഷർ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്കയൊക്കെ ഇട്ട ശേഷം നമ്മൾ 3 സവാള അരിഞ്ഞത് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് വേണം വഴറ്റി കൊടുക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട ശേഷം ഈ പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കണം. ഡീറ്റെയിൽ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ തക്കാളിയും ഒരു 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് ഇതൊന്ന് ഇളക്കിയ ശേഷം കുക്കർ മൂടി വെയിറ്റിട്ട് 2 വിസിൽ വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. 2 വിസിൽ കേട്ട് കഴിഞ്ഞ് സ്റ്റീം പോയ ശേഷം കുക്കർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കട്ടി തേങ്ങാപ്പാൽ ഒരു 1/2 കപ്പും കൂടി ഒഴിച്ച് ഇളക്കിയെടുക്കണം. ഇനി നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയോ അല്ലെങ്കിൽ പനീറോ ഇട്ട് നമുക്ക് ഇത് റെഡിയാക്കാവുന്നതാണ്. ഇഷ്ടപ്പെട്ടപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക.